ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനീസ് ഫുഡ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കാണണ്ടേ? നമ്മുടെ നാടൻ കോഴീനെ ചട്ടിയിലാക്കി വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. ഒനിയനൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ നാടൻ കോഴി കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് ഒരു 1/2 ടീസ്പൂണാണ്. പിന്നെ ഗരം മസാലപ്പൊടി, അതും ഒരു 1/2 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം അതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കണം. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവാണ് കേട്ടോ. ഞാനിത് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. സമയത്ത് തന്നെ നമുക്കൊരു ചീനിച്ചട്ടി ചൂടാകാൻ വയ്ക്കാം. ഇപ്പോൾ ഞാൻ ചൂടാകാൻ വെച്ചിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തു. ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി ഈ ചിക്കൻ കഷ്ണങ്ങൾ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നാടൻ കോഴിക്ക് വേവുള്ളതുകൊണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ചേർത്ത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത് കേട്ടോ. ഇതൊരു 2 കിലോ ചിക്കനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്നൊക്കെ വഴറ്റി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നികന്ന് നിൽക്കുന്ന ലെവലിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കാരണം നല്ല വേവുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ബ്രോയിലർ ചിക്കനാണെങ്കിൽ ഇങ്ങനെയൊന്നും നമുക്ക് വേണ്ട. പക്ഷേ നാടൻ കോഴിയുടെ ടേസ്റ്റ് അത് വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് പാകാമെന്ന് നോക്കണ്ടേ. ഇതിപ്പോൾ നല്ലോണം തിള വന്നിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയും നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റോളം ഇനിയും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഏകദേശം വറ്റി, തീർത്തും വറ്റിയിട്ടല്ല കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചിക്കൻ വരട്ടി എടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാക്കൊത്ത്, ഒരു 1/2 മുറി തേങ്ങയുടെ കൊത്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്. ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. അതുപോലെ ഇത് ചില്ലി പൗഡറാണ്, കാശ്മീരി അല്ല കേട്ടോ. പിന്നെ വേപ്പില, നമ്മുടെ മുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. നമ്മളിതിൽ പ്രത്യേകതയുള്ളത് സവാള ചേർക്കുന്നേയില്ല. അപ്പോൾ ഈ തേങ്ങാക്കൊത്തെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ചേഞ്ചായി വരില്ലേ, അതുവരെ മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങാക്കൊത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റി, കണ്ടോ കളർ പെട്ടെന്ന് തന്നെ ഇനി ചേഞ്ച് ആവും. അപ്പോൾ ഫ്ലെയിം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ, നമ്മൾ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി അതെല്ലാം എടുത്ത് വെച്ചിരുന്നില്ലേ, ആ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപാര ടേസ്റ്റാണ്. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് മുപ്പിച്ച് കൊടുക്കാം. എണ്ണ പോരാന്ന് തോന്നുവാണെങ്കിൽ, വെളിച്ചെണ്ണ ചേർത്തത് പോരാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ ആ മല്ലിപ്പൊടികൾ, മസാലപ്പൊടികളെല്ലാം എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട്
മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പോരാത്തതിന് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറ്റിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം, ഒരു ഗ്രേവി പോലെയുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. തീർത്തും വറ്റിച്ചല്ല എടുത്തത്. എന്നാലാണ് ഈ ഗ്രേവിയിൽ കിടന്ന് അത് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല അടിപൊളി ലുക്കല്ലേ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്നും കൂടെ മൂടി വെച്ച് ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റ് മതി. കണ്ടോ, നമ്മുടെ നാടൻ കോഴി വരട്ടിയത് സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാടൻ കോഴി വരട്ടിയെടുത്തത് സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ സവാള അരിഞ്ഞൊന്നും കഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്നല്ല കേട്ടോ, സോറി, വേവിച്ചെടുക്കണം. നല്ലപോലെ വേവുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇനി സപ്പോർട്ട് ഉണ്ടാവണേ. വീഡിയോസൊക്കെ ഒന്ന് വന്ന് കാണണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.